ഹായ് ഓൾ. നവകേരള സദസ്സിൽ ലഭിച്ച CMDRF അപേക്ഷകൾ എങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യാമെന്നുള്ളതും അവ എങ്ങനെ വില്ലേജ് ഓഫീസർമാർക്ക് കൈമാറാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയുന്ന പോലെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി നിരവധി പരാതികളും മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്ന് ധനസഹായത്തിനുള്ള അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. ഇവ സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു രേഖ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അത് നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ നിരവധി അപേക്ഷകളാണ് നവകേരള സദസ്സിൽ CMDRFുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായത്തിനും വേണ്ടിയിട്ട് അപേക്ഷകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപേക്ഷകളെ നമുക്ക് 3ആയി തരംതിരിക്കാമെന്നാണ് ഗവൺമെൻറ് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് എല്ലാ രേഖകളും ഉള്ളടക്കം ചെയ്തുകൊണ്ടുള്ള സാധുവായ അപേക്ഷ. അപ്പോൾ നമുക്കിതിന് വേണ്ട നമ്മുടെ CMDRF നമുക്ക് അനുവദിക്കുന്നതിനുമായി ബന്ധപ്പെട്ട സാധുവായ അപേക്ഷയാണ് ഫസ്റ്റ് ഇത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഭാഗികമായ രേഖകൾ ഉള്ളടക്കം ചെയ്തുകൊണ്ടുള്ള അപേക്ഷകൾ. ഉദാഹരണത്തിന് ആധാർ കാർഡോ റേഷൻ കാർഡോ പാസ്ബുക്കോ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ഇവയിൽ ഏതെങ്കിലും 2 ഡോക്യുമെന്റ്സ് ഉള്ള അപേക്ഷകളെയും നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യണം. അപ്പോൾ എല്ലാ രേഖകളുള്ള അപേക്ഷയും ഭാഗികമായ അപേക്ഷകളുള്ള 2ഓ അതിലധികമോ രേഖകൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള അപേക്ഷകളെയും നമ്മൾ CMDRF സൈറ്റിലോട്ട് നവകേരള സദസ്സിൽ അപേക്ഷിച്ച അപേക്ഷകളെ CMDRF സൈറ്റിലോട്ട് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്ത് അത് വില്ലേജ് ഓഫീസർക്ക് നമ്മൾ കൈമാറേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് രേഖകളൊന്നും ഉള്ളടക്കം ചെയ്യാത്ത അപേക്ഷകളാണ്. അപ്പോൾ ഇത്തരം അപേക്ഷകളെ രേഖകളൊന്നും ഉള്ളടക്കം ചെയ്യാത്ത അപേക്ഷകളെ നവകേരള സദസ്സിന്റെ സൈറ്റിൽ തന്നെ അതിനാവശ്യമായ രേഖകൾ വില്ലേജ് ഓഫീസറുടെ മുന്നാകെ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തുകൊണ്ട് നമുക്കവിടെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷയാണ് എന്ന് മനസ്സിലാവുന്നത് വേണ്ടി ഈ ഫസ്റ്റ് 2 കാറ്റഗറിയിൽ പറയുന്ന അപേക്ഷകൾ നമ്മൾ ഈ CMDRF സൈറ്റിൽ ഡാറ്റ എൻട്രി വരുത്തതാണ്. അപേക്ഷകൾ ഡാറ്റ നമ്മുടെ നവകേരള സദസ്സിൽ ലഭിച്ചതാണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി നവകേരള സദസ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ള റെസിപ്റ്റിന്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ അപേക്ഷയിലെ അറ്റാച്ച്മെന്റ്സിൽ ഈ രസീതിന്റെ നവകേരള സദസ്സിലുള്ള രജിസ്ട്രേഷൻ റെസീപ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് കയറ്റുകയോ അല്ലെങ്കിൽ നവകേരള സദസ്സുമായി ലഭിച്ച പരാതിയാണ് എന്നുള്ള ഒരു മുദ്ര അതല്ലെങ്കിൽ ഒരു സീല് അതിൽ അറ്റാച്ച് ചെയ്യുകയോ ഏതെങ്കിലും അറ്റാച്ച്മെന്റ്സിൽ സീൽ വെക്കുകയോ ചെയ്ത് അത് മനസ്സിലാവുന്ന രീതിയിൽ അറ്റാച്ച്മെന്റ്സിൽ നോക്കിയാൽ അത് മനസ്സിലാവുന്ന രീതിയിൽ നവകേരള സദസ്സിൽ കിട്ടിയാണെന്ന് നമ്മൾ മനസ്സിലാവുന്ന വിധത്തിൽ വേണം ഡാറ്റ എൻട്രി ചെയ്യുന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡാറ്റ എൻട്രി ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതും CMDRF സൈറ്റിൽ എങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യാമെന്നുള്ള കാര്യങ്ങളിലോട്ടും പോകാം. അപ്പോൾ ഡാറ്റ എൻട്രി ലോഗിൻ ചെയ്യുക. ഡാറ്റ എൻട്രി ലോഗിൻ ഉപയോഗിച്ച് ഔദ്യോഗിക ലോഗിൻ എന്നുള്ളതിൽ നമ്മൾ ഡാറ്റ എൻട്രി ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇൻവാർഡ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ന്യൂ ഇൻവാർഡ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് നെയിം ഇംഗ്ലീഷിൽ എൻറ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മുടെ അപേക്ഷകളിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് അവരുടെ ഫസ്റ്റ് നെയിം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. ദെൻ അവിടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യാൻ പറയും. അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് മൊബൈൽ നമ്പറും എൻറ്റർ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കോളത്തിൽ നോക്കിയാൽ മനസ്സിലാവും ചില കോളങ്ങൾ ഒരു റെഡിഷ് കളറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നിർബന്ധമായും ഡാറ്റ എൻറ്റർ ചെയ്തിരിക്കണം. കറക്റ്റ് ബ്ലാക്ക് കളറിലുള്ള കോളംസിൽ ഡാറ്റ എൻറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഡാറ്റ എൻറ്റർ ചെയ്യുക. ഇത് നമ്മൾ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക. പിന്നെ അവിടെ നിവേദനത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ്സുകൾ വായിക്കാനാകുമ്പോൾ yes or no ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് yes or no കൊടുക്കുക. അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ളത് കൊടുക്കുക. ദെൻ സേവ് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നവകേരള സദസ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ള റെസിപ്റ്റ് നമ്പർ. ആ റെസിപ്റ്റ് നമ്പർ ഒന്നെങ്കിൽ നമ്മൾ ആ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യണം, അതല്ലെങ്കിൽ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സിൽ എവിടെയെങ്കിലും ആ റെസിപ്റ്റ് നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുന്നതോടുകൂടി ആ റെസിപ്റ്റ് നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ എന്ന് ചോദിക്കുന്നിടത്ത് ഈ റെസിപ്റ്റ് നമ്പർ നമ്മൾ എൻറ്റർ ചെയ്യുക.
റെസിപ്റ്റ് നമ്പർ എൻ്റർ ചെയ്ത് നമ്മൾ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ക്ലോസ് എന്ന ബട്ടൺ മാത്രമേ കാണിക്കുള്ളൂ. അവിടെ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ അപേക്ഷകർ ടെമ്പററി റെസിപ്റ്റ് നമ്പർ രജിസ്ട്രേഷൻ നമ്പർ ജനറേറ്റ് ആവുകയും ഈ ഇൻവാർഡ് നമ്മുടെ മൈ ഇൻബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരികയും ചെയ്യുന്നതാണ്. ദെൻ നമ്മുടെ മൈ ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറിൽ ഒരു ഇൻവാർഡ് ഒരു ടെമ്പററി ആപ്ലിക്കേഷൻ ജനറേറ്റ് ആവുകയും നമ്മൾ അതിൻ്റെ ആ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷകൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിക്കുകയും അവിടുന്ന് നമുക്ക് ക്രിയേറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് താഴെ കാണിക്കുന്ന ക്രിയേറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു ഡാറ്റ എൻട്രി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ നെയിം ആപ്ലിക്കൻറ്റിൻ്റെ നെയിം മലയാളത്തിലും അതേപോലെ ബാക്കിയുള്ള റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള കോളംസ് അതല്ലെങ്കിൽ ഫീൽഡ്സ് നിങ്ങൾ നിർബന്ധമായും കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്യുകയും അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അസുഖ വിവരങ്ങൾ അവിടെ എൻ്റർ ചെയ്യുക. മീൻസ് അവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സ് സെലക്ട് ചെയ്യാനുണ്ടാവും. അത് എന്ത് ടൈപ്പ് രോഗമാണ് എന്ത് ടൈപ്പ് അപകടമാണെന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാനുണ്ടാവും. അവിടെ രോഗ വിവരങ്ങൾ കൊടുക്കുക. ചികിത്സ എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സാമ്പത്തിക സഹായം നേടാനുള്ള കാരണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. ദെൻ അതെല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഏകദേശം ഒരു 5 ടാബുകളാണ് 5 കാറ്റഗറിയിലായിട്ടാണ് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാനുള്ളത്. അടുത്തത് വരുമാന വിവരങ്ങളുണ്ടാവും, പിന്നെ അക്കൗണ്ട് വിവരങ്ങളുണ്ടാവും, പിന്നെ ഡോക്യുമെൻറ്റ്സ് ഇൻഫർമേഷനും ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുക. അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവിടെ അത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതായിട്ട് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ പാസ്ബുക്കൊന്നും ഇതിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകത്തില്ല. അപ്പോൾ അത്തരം കേസുകളിൽ അത് കണ്ടിന്യൂ കൊടുത്ത് പോവുക. അക്കൗണ്ട് നമ്പർ ഇപ്പോൾ ഡാറ്റ എൻട്രി സമയത്ത് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കൊടുക്കുക. അതല്ലെങ്കിൽ അത് വില്ലേജ് ഓഫീസർമാർ പിന്നീട് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതല്ല അക്കൗണ്ട് ബുക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വില്ലേജ് ഓഫീസർമാർ കളക്ട് ചെയ്ത് അവർ എൻ്റർ ചെയ്യാവുന്നതാണ് അവരുടെ ലോഗിൽ നിന്ന്. ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് അതിൽ നിർബന്ധമായിട്ടും പെറ്റീഷൻ പകർപ്പ് ഡിജിറ്റൽ കോപ്പി പരാതിയുടെ ഡിജിറ്റൽ കോപ്പി നമ്മൾ എന്തായാലും സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അത് നമുക്ക് കേരള സദസ്സിൻ്റെ ലോഗിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. ദെൻ അതിനുശേഷം സേവ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവുകയും അവിടെ അറ്റാച്ച് ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ അറ്റാച്ച് ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ അറ്റാച്ച്മെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത ആപ്ലിക്കേഷൻസ് CMDRF എന്ന് പറഞ്ഞ ടാബിൻ്റെ താഴെ ഇടതുവശത്ത് CMDRF എന്ന് പറഞ്ഞ ടാബിൻ്റെ താഴെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആപ്ലിക്കേഷൻസ് കാണുന്നതാണ്. ആപ്ലിക്കേഷൻസിൽ ഡോക്യുമെൻറ്റ് നമ്പറും ജനറേറ്റ് ആയിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ് നമ്പർ നമ്മൾ സ്റ്റാറ്റസ് നോക്കിയാലും കറൻ്റ്ലി അത് കളക്ടറേറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. കളക്ടറുടെ ലോഗിൻ അണ്ടറിൽ തന്നെയാണ് കിടക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ലോഗിൻ തന്നെയാണ് കിടക്കുന്നത്. ദെൻ അവിടുന്ന് ആ ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ആപ്ലിക്കേഷൻസ് എടുക്കുക ഡോക്യുമെൻറ്റ് നമ്പർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇനിയും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിൻ്റെ എഡിറ്റ് ആപ്ലിക്കേഷൻ അറ്റാച്ച് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളടത്ത് കാര്യം അവിടെ പെറ്റീഷൻ എന്നുള്ളടത്ത് ഒന്നെങ്കിൽ നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം പെറ്റീഷൻ നിർബന്ധമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കണം. ബാക്കി ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ അപേക്ഷ കൺസേൺ വില്ലേജ് ഓഫീസറുടെ ലോഗിനിലോട്ട് പോകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.